നമസ്കാരം, നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ തീറ്റപ്പുൽ ഗവേഷണ പദ്ധതിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നാട്ടുവരമ്പിൽ. അഖിലേന്ത്യാ സംയോജിത തീറ്റപ്പുൽ ഗവേഷണ പദ്ധതി 1971 കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു. അത്യുൽപാദന ശേഷിയുള്ള തീറ്റപ്പുല്ലിനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനും ഭാഗികമായി സൂര്യപ്രകാശം ലഭിക്കുന്ന പ്രദേശങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വിളകൾ കണ്ടെത്തുന്നതിനും അവയുടെ കൃഷി രീതികളും വികസിപ്പിച്ചെടുക്കുന്നതിനാണ് മുഖ്യമായിട്ട് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കർഷകർക്കിടയിൽ ഏറെ പ്രാധാന്യമുള്ള തീറ്റ വിളകളായ അതായത് ബജ്ര നേപ്പിയർ ഹൈബ്രിഡ് അഥവാ സങ്കര നേപ്പിയർ, ഗിനിപ്പുല്ല്, കുതിരപ്പുല്ല്, പാലിസൈഡ് പുല്ല്, പിന്നെ ധാന്യ വിളകളിൽപ്പെട്ട മക്കച്ചോളം, മണിച്ചോളം, ഫോഡർ ബജ്ര, പിന്നെ അതുപോലെ തന്നെ പയറുവർഗത്തിൽപ്പെട്ട വൻപയർ, ചെറുപയർ എന്നീ തീറ്റ വിളകളെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഗവേഷണ പഠനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷീരകർഷകരുടെ ഇടയിൽ ഏറ്റവും പ്രചാരമുള്ളത് സങ്കര ഇനം നേപ്പിയറാണ്. എന്നാൽ സങ്കര ഇനം നേപ്പിയറിൽ കിടപിടിക്കുന്ന ഞങ്ങളുടെ ഇവിടെ നിന്നും ഉൾത്തിരിച്ചെടുത്ത ഒരു പുതിയ പുല്ലാണ് ഗിനിപ്പുല്ലിൻ്റെ വെറൈറ്റിയായ സൂപ്പർണ, KAU സൂപ്പർണ. കഴിഞ്ഞ വർഷമാണ് ഇത് പുറത്തിറങ്ങിയത്. ഈ ഗിനിപ്പുല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തെങ്ങിൻ തോപ്പുകളിൽ, അതായത് ചോലകളിൽ, തണലുള്ള പ്രദേശത്തും നന്നായി വളരാൻ സാധിക്കുന്ന ഒരു ഇത്തരം പുല്ലാണ് ഗിനിപ്പുല്ല്. ഈ സങ്കര ഇനം നേപ്പിയറിൻ്റെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ നല്ല നീർവാർച്ചയുള്ളതും നല്ല വെളിച്ചവും ആയ സ്ഥലങ്ങളിലെ നന്നായിട്ട് വളരുകയുള്ളൂ. സങ്കര നേപ്പിയർ തണലുള്ള പ്രദേശത്ത് വളർത്താൻ ശ്രമിച്ചാൽ അതിന് ഉൽപ്പാദനക്ഷമത കുറയും. അതേസമയം ഗിനിപ്പുല്ല് തണലുള്ള പ്രദേശങ്ങളിൽ നന്നായിട്ട് വളരാൻ സാധിക്കുന്ന ഒരു ഇനമാണ്. ഇതിൽ KAU സൂപ്പർണ എന്ന് പറയുന്ന ഈ പുതിയ ഇനം സങ്കര നേപ്പിയറിനോട് കിടപിടിക്കുന്ന അത്ര തന്നെ ഉൽപ്പാദനക്ഷമത ഏകദേശം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇതിൻ്റെ പൂവിടുന്ന സമയം കുറച്ച് വൈകിയാണ്. സാധാരണ ഗിനിപ്പുല്ല് ഒരു 2 അടി 2.5 അടി ആവുമ്പോൾ തന്നെ പൂവിട്ടതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ KAU സുപർണ എന്ന് പറഞ്ഞ ഈ പുല്ല് ഇനത്തിൽ ഗിബറലിക് ആസിഡ് അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പൂവിടൽ ഇത് കുറച്ച് വൈകിയാണ് സംഭവിക്കുന്നത്. ഏകദേശം 300 ടണ്ണോളം ഒരു ഹെക്ടറിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് KAU സുപർണയ്ക്കുണ്ട്. ഇതിൽ തന്നെ പ്രോട്ടീനും ധാതു ലവണങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ളത് കൂടുതലാണ് ബാക്കിയുള്ള ഗിനിപ്പുല്ലിനേക്കാളും. 2020 നമ്മൾ പുറത്തിറക്കിയ സങ്കര നേപ്പിയറിൻ്റെ ഇനമായ സുസ്ഥിര കർഷകർക്കിടയിൽ വളരെ നല്ല രീതിയിൽ പ്രചാരത്തിലുണ്ട്. സുസ്ഥിരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നത് പോലെ നല്ല പൊക്കത്തിലും നല്ല വീതിയുള്ള ഇലകളുമാണ്. ഏകദേശം 300 ടണ്ണോളം ഇതിൻ്റെ വിളവ് ലഭിക്കുന്നതാണ്. പ്രോട്ടീൻ കണ്ടൻറ്റും 14% കാണിക്കുന്നുണ്ട് ഈ ഇലകളിൽ. ഇവിടെ ഞങ്ങൾ നടീൽ വസ്തു നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും പൊക്കത്തിൽ ഇത് വളർന്നു നിൽക്കുന്നത്. സാധാരണഗതിയിൽ കൃഷിക്കാരുടെ ഇടയിൽ ഒരു 45 മുതൽ 50 ദിവസം പ്രായമാകുമ്പോഴാണ് തീറ്റയ്ക്കായി വെട്ടിക്കൊടുക്കുന്നത്. നടീൽ വസ്തു നിർമ്മാണത്തിനായി വെക്കുമ്പോൾ അത് ഏകദേശം 3 മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ വെട്ടിയെടുക്കാൻ സാധിക്കുന്നത്. സങ്കര ഇനം നേപ്പിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ബജ്ര എന്ന് പറഞ്ഞ ചെറുധാന്യ വിളയുമായി നേപ്പിയർ എന്ന പുല്ല് ക്രോസ് ചെയ്തുണ്ടാക്കുന്ന ഒരു സങ്കര ഇനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രോമോസോമിൻ്റെ ഘടന കാരണം ഇതിൽ വിത്തുകൾ ഉണ്ടാവുന്നില്ല. സങ്കര നേപ്പിയർ ഇനങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നടീൽ വസ്തു തണ്ട് മാത്രമാണ്. ചെറുധാന്യ വിളയായ ബജ്രയിൽ നിന്നും നേപ്പിയറുമായിട്ട് സങ്കരണം ചെയ്തിട്ടാണ്. ക്രോമോസോമുകളുടെ ഘടന കാരണം
ഇതിൽ വിത്തുണ്ടാക്കാനുള്ള ശേഷി ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ കർഷകർ ആദ്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സങ്കര നേപ്പിയറിൻ്റെ വിത്ത് എന്ന് പറഞ്ഞ് ആരെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ അത് സങ്കര നേപ്പിയറിൻ്റേതാവണം എന്നില്ല, ആവില്ല ഒരിക്കലും. തണ്ടിലൂടെ മാത്രമേ സങ്കര നേപ്പിയർ പ്രത്യുൽപാദനം നടത്തുന്നുള്ളൂ. അഖിലേന്ത്യാ ഗവേഷണ പദ്ധതിയുടെ കീഴിൽ വരുന്ന ലൊക്കേഷൻ സ്പെസിഫിക് ട്രയലാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി മാത്രം ചെയ്തു വരുന്നതാണ്. അതായത് നമ്മളെ ഇവിടെ നിന്ന് പുറത്തിറക്കിയ സുസ്ഥിര എന്ന് പറയുന്ന സങ്കര നേപ്പിയറിൻ്റെ വെറൈറ്റി ഉപയോഗിച്ച ഒരു അഗ്രോണമി ട്രയലാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ അതിൻ്റെ 3-ാം വർഷത്തിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം ഇത് ട്രയൽ അവസാനിക്കും. ഏകദേശം ഒരു 5 വർഷം വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാം. 75 മുതൽ 90 ദിവസമാകുമ്പോൾ നമുക്ക് ഇത് വിളവെടുക്കാവുന്നതാണ്. അതിനു മുമ്പ് നമ്മൾ വിളവെടുക്കുന്നത് അത്ര നല്ലതല്ല. ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടർ ആയിട്ടുള്ള ഓക്സലേറ്റ് കണ്ടൻറ്റ് അതിന് കൂടിയ അളവിൽ 75 ദിവസത്തിന് മുമ്പ് വിളവെടുക്കുകയാണെങ്കിൽ അതിൽ ഉണ്ടായിരിക്കും. പിന്നെ ഓരോ 45 ദിവസത്തിന് ഇടവിട്ടും നമുക്ക് വിളവെടുപ്പ് നടത്താം. അങ്ങനെ ഒരു 5-6 തവണ വർഷം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വിളവ് ലഭിക്കും. ജൈവ വളങ്ങളായ ചാണക സ്ലറി ഇതിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കാർഷിക സർവകലാശാല ശുപാർശ ചെയ്തിട്ടുള്ള NPK അതിൻ്റെ സ്പ്ലിറ്റായിട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന പ്ലോട്ടിൽ കാണുന്ന ഈ പുല്ലാണ് റെഡ് നേപ്പിയർ എന്ന് പറഞ്ഞ് കൃഷിക്കാരുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ഇനമാണ്. പുല്ല് ഇനം തന്നെയാണ്. സങ്കര നേപ്പിയർ അല്ല ഇത് നേപ്പിയർ എന്ന് പറഞ്ഞ പുല്ല്, സങ്കരണം നടത്തുന്നതിന് മുമ്പുള്ള നേപ്പിയർ എന്ന് പറഞ്ഞ പുല്ലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന് വലിയ ഇലകളാണ്. മറ്റേ നേപ്പിയർ ഇനങ്ങളെ അപേക്ഷിച്ച് ഇതിന് ഇലകൾ വലുതാണ്, ചുവന്ന കളറാണ്. ഇതിൽ ഓക്സലേറ്റ് കണ്ടൻറ്റ് താരതമ്യേന കുറവാണ് താനും. മാത്രമല്ല ഇതിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ്. ഏകദേശം 14% പ്രോട്ടീൻ ഇതിൽ ഞങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃഷിക്കാരുടെ ഇടയിൽ, പക്ഷേ ബാക്കിയുള്ള സങ്കര നേപ്പിയറിനെ അപേക്ഷിച്ച് ഇതിന് ഉൽപ്പാദനം കുറച്ച് കുറവായിരിക്കും. എന്നാലും നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു പുല്ല് തന്നെയാണ് റെഡ് നേപ്പിയർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തീറ്റപ്പുല്ല് ഇനമായ ബജ്രയുടെ ഫീൽഡിലാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ തീറ്റപ്പുല്ല് ബജ്ര കണ്ടെത്തി അതിനാവശ്യമായ വളപ്രയോഗം, മറ്റു ശാസ്ത്രീയ കൃഷിരീതികൾ കണ്ടുപിടിക്കുക എന്നതാണ് ഈ ഗവേഷണ പഠനത്തിൻ്റെ ലക്ഷ്യം. ഇവിടെ 2 രീതിയിലാണ് ബജ്ര കൃഷി ചെയ്തിരിക്കുന്നത്. ഒന്ന് തുറസായ സ്ഥലത്തും ഒന്ന് തണലുള്ള ഷെയ്ഡ് നെറ്റിൻ്റെ അകത്തും. തീറ്റപ്പുല്ല് ബജ്ര വളർത്തുവാൻ അനുയോജ്യമായ നടീൽ അകലത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്ലോട്ടിൽ ബജ്ര എന്ന് പറഞ്ഞ ചെറുധാന്യ വിളയുടെ ഒരു കൃഷി പരീക്ഷണം നടക്കുന്ന പ്ലോട്ടാണ്. ഈ 10-21 കേന്ദ്രങ്ങളിൽ നിന്ന് പല സ്റ്റേജിൽ നിന്നും വന്നിട്ടുള്ള ഇനങ്ങൾ ഇവിടെ ഞങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. ഇനിയുള്ള അടുത്ത 3 വർഷത്തേക്കും ഇതിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇതിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നത് ഏതായിരിക്കും, അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണെങ്കിൽ ഞങ്ങൾക്കിവിടെ വെറൈറ്റി ആയിട്ട് റിലീസ് ചെയ്യാവുന്നതാണ്. അഖിലേന്ത്യാ തീറ്റപ്പുൽ ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേന്ദ്രമാണെങ്കിലും കേരളത്തിലെ കർഷകർക്ക് ആവശ്യമായ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇവിടെ നിന്നും കർഷകർക്ക് നടീൽ വസ്തുക്കളും തീറ്റപ്പുൽ കൃഷിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സൗജന്യമായി കൊടുക്കുന്നതാണ്. ഈ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് തീറ്റപ്പുൽ ഇനങ്ങളുടെ ഉൽപ്പാദനത്തിനും നടീൽ വസ്തു നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കുമായി ഒരു റിവോൾവിംഗ് ഫണ്ട് സ്കീം നമ്മുടെ യൂണിവേഴ്സിറ്റി ഇവിടെ നടത്തുന്നുണ്ട്. അതിൽ ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുള്ള KU ഇനങ്ങളായ സുഗുണ, സുസ്ഥിര, സുപർണ, തീറ്റപ്പയർ ഇനമായ ഐശ്വര്യ, അതുപോലെ അരിപ്പയർ ഇനമായ സുരഭി തുടങ്ങിയവയുടെ വിത്തുകളും നടീൽ വസ്തുക്കളും ഇവിടെ നിന്നും കൊടുക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കൂടെയും ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇവിടെ കേന്ദ്രത്തിൽ വന്ന് ബില്ലടച്ച് ഇവിടെ നിന്നും അത് കൊണ്ടുപോകാവുന്നതുമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗിനിഗ്രാസ് വിഭാഗത്തിൽപ്പെട്ട തീറ്റപ്പുല്ലിൻ്റെ ഫീൽഡിലാണ്. ഇവിടെ സുസ്ഥിര, സുഗുണ, ഗിനിഗ്രാസ്, സുപർണ എന്നീ വെറൈറ്റികൾ ലഭ്യമാണ്. 1 അടിയോളം നീളമുള്ള കട്ടിങ്സാണ് നമ്മളിവിടുന്ന് വിതരണം ചെയ്യുന്നത്.
നടീൽ വസ്തുക്കൾ ശേഖരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പ്രത്യേകം പ്ലോട്ടുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ആവശ്യക്കാർക്ക് വെള്ളാനി കോളേജിലെ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാൽ നടീൽ വസ്തുക്കൾ ലഭ്യമാണ്. നമ്മൾ ഈ കാണുന്നത് അഖിലേന്ത്യാ പദ്ധതിയുടെ കീഴിൽ വരുന്ന അഖിലേന്ത്യാ കോർഡിനേറ്റഡ് ഫോഡർ സ്വർഗത്തിലുള്ള ഒരു ട്രയലാണിത്. അതായത് മൾട്ടിപർപ്പസ് സ്വർഗം, ഡുവൽ പർപ്പസ് സ്വർഗം എന്നിങ്ങനെ 2 തീറ്റ വിള, അതായത് മണിച്ചോളത്തിൻ്റെ 2 ഇനങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണിത്. രണ്ടാമത്തെ വിളവെടുപ്പിന് സമയമായി നിൽക്കുകയാണ്. ആദ്യത്തെ വിളവെടുപ്പ് നമ്മളൊരു നട്ട് 60 ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ വിളവെടുപ്പും, അതായത് ഒരു 50% പൂവിടുന്ന സമയമാണ് ആദ്യത്തെ വിളവെടുപ്പ് എടുക്കേണ്ടത്. പിന്നെ ഒരു 45 ദിവസം ഇടവിളവിട്ട് 2 വിളവും കൂടെ നമുക്ക് എടുക്കാം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വരുന്ന ചോളം, ബജ്ര, ജോവർ, ഓട്സ് തുടങ്ങിയവ പോലെ തന്നെ മൃഗങ്ങൾക്കായിട്ടുള്ള ഇനങ്ങളുമുണ്ട്. തീറ്റപ്പുല്ലിനായിട്ടുള്ള ഈ ഇനങ്ങളിൽ ഇലയുടെ അംശം കൂടുതലായിരിക്കും, വിത്തുകൾ കുറവായിരിക്കും. കാരണം മൃഗങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ ഇലകളാണ്. അഖിലേന്ത്യാ തലത്തിലും പ്രാദേശിക പ്രാധാന്യമുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ, ഒരു 12ഓളം ഗവേഷണ പ്രവർത്തനങ്ങൾ ക്രോപ്പ് പ്രൊഡക്ഷൻ വിഭാഗത്തിലും അതുപോലെ തന്നെ പ്ലാന്റ് ബ്രീഡിംഗ് വിഭാഗത്തിലുമായി പ്രതിവർഷം നടന്നു വരുന്നു. ഇതുകൂടാതെ തന്നെ 8ഓളം വരുന്ന PG വിദ്യാർത്ഥികളും അവരുടെ ഗവേഷണ പഠനം ഇവിടെ നടക്കുന്നുണ്ട്. മണിച്ചോളം ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു തീറ്റവിളയാണ്. ഇതിന് ജലസേചന സൗകര്യമൊക്കെ വളരെ കുറച്ച് മതി. അത് കാരണം കൊണ്ട് നമുക്ക് വേനൽക്കാലങ്ങളിൽ ഇത് നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ്. മണിച്ചോളത്തിൻ്റെ ഈ ട്രയല് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു കോർഡിനേറ്റഡ് ട്രയലാണ്. പല സംസ്ഥാനങ്ങളിലും ഹൈദരാബാദ്, കോയമ്പത്തൂർ, അതോടൊപ്പം തന്നെ നമ്മളുടെ ഇവിടെ ഒരുമിച്ച് ചെയ്തു പോകുന്ന ഒരു സ്കീമാണിത്. ഈ ഗവേഷണങ്ങളെല്ലാം തന്നെ IGFRAയിൽ നിന്നുള്ള ഖരീഫ് മോണിറ്ററിംഗ്, രബി മോണിറ്ററിംഗ് എന്ന ടീമുകൾ എല്ലാ വർഷവും 2 തവണ വന്ന് വിലയിരുത്താറുണ്ട്. അതുപോലെ തന്നെ ICRൻ്റെ വിലയിരുത്തലും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. നിങ്ങളീ കാണുന്നത് തീറ്റപ്പയറാണ്. കന്നുകാലികൾക്ക് പുല്ലിനങ്ങളെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് തീറ്റപ്പയറും. നമ്മൾ മനുഷ്യർക്ക് എന്ന പോലെ തന്നെ കന്നുകാലികൾക്കും പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ തീറ്റപ്പയർ ഇനങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. ഇവിടെ നടക്കുന്ന പഠനം എന്നുള്ളത് വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാൻ സാധ്യമാവുന്ന തീറ്റപ്പയറിനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ്. അതിനുവേണ്ടി വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള തീറ്റപ്പയറിനങ്ങൾ എടുത്ത് അവയെ വലിയ വിളവുള്ളവയുമായി സംയോജിപ്പിച്ച് പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്നത് F2, അതായത് 2ാമത്തെ ജനറേഷനാണ്. ഇതിൽ നിന്ന് മുന്നോട്ട് പോയി ഒരു F6 to F8 ആകുമ്പോഴാണ് പുതിയ വെറൈറ്റി ഉണ്ടാകുന്നത്. അഖിലേന്ത്യാ തലത്തിലുള്ള പരീക്ഷണങ്ങളിൽ 3 വർഷത്തേക്ക് ഒരു ഇനം ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ വിളവെല്ലാം പരിശോധിച്ച് ഇവിടെയുള്ള മുന്തിയ ഇനങ്ങളുമായി താരതമ്യം ചെയ്ത് അതിൽ ഏറ്റവും നല്ലതായിട്ട് കാണപ്പെടുന്നത് മാത്രമേ, ഈ മുന്തിയ ഇനത്തിനേക്കാൾ നല്ല മികച്ച രീതിയിലുള്ളത് മാത്രമേ നമ്മളൊരു വെറൈറ്റി ആയിട്ട് പുതിയതായിട്ട് റിലീസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഏകവർഷി വിളകളായ പയറ്, അരിപ്പയർ മുതലായവ 3 വർഷം, അത് വർഷകാല വിളയായിട്ടാണ് അഖിലേന്ത്യാ തലത്തിൽ അതിനെ പ്രചരിപ്പിക്കുന്നത്. വർഷകാല വിളയിൽ, അതായത് നമ്മൾ ഏകദേശം ഒരു ജൂൺ ആവുമ്പോൾ നട്ട് അത് സെപ്റ്റംബർ ആകുമ്പോഴേക്കും അതിൻ്റെ പരീക്ഷണങ്ങൾ തീരുന്ന രീതിയിൽ, അങ്ങനെ 3 വർഷത്തേക്കാണ് നമ്മൾ ഇവിടുത്തെ പരീക്ഷണങ്ങൾ ഏകവർഷി വിളകളിൽ നടക്കുന്നത്. അതേസമയം ബഹുവർഷി വിളകളായ സങ്കര നേപ്പിയർ, ഗിനിപ്പുല്ല് തുടങ്ങിയവ നമുക്കറിയാം 3 തവണയായിട്ടല്ല നടുന്നത്. ആദ്യമേ 1 വർഷം നട്ടിട്ട് അടുത്ത 3 വർഷത്തേക്ക് അതിൻ്റെ വിളവ് എടുത്ത് ആ 3 വർഷത്തെ വിളവിൻ്റെ അടിസ്ഥാനത്തിലാണ് മികവുറ്റ ഇനങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് എൻ്റെ ഗവേഷണത്തിൻ്റെ ഫീൽഡ്. ഇന്ത്യയിൽ വളരെയേറെ പ്രചാരത്തിലുള്ള ധാന്യവിളയും അതുപോലെ തന്നെ തീറ്റപ്പുല്ലുമായിട്ട് ഉപയോഗിക്കുന്ന മൾട്ടിക്കട്ട് ഫോഡർ സ്വർഗം അഥവാ മണിച്ചോളത്തിലാണ് എൻ്റെ ഗവേഷണം നടക്കുന്നത്. വിവിധ വളങ്ങൾ 1% വീര്യത്തിൽ പാർശ്വപോഷണ രൂപത്തിൽ കൊടുത്ത് തീറ്റവിളയുടെ വിളവ്, ഗുണനിലവാരം, ആദായം എന്നിവയെക്കുറിച്ച് പഠിക്കുകയാണ് എൻ്റെ ഗവേഷണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. കർഷകരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഫോറേജ് ഡെമോൺസ്ട്രേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സ്കീമും നമുക്ക് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തി വരുന്നുണ്ട്. അതായത് കേരളത്തിൻ്റെ പല ജില്ലകളിൽ തിരഞ്ഞെടുത്ത ക്ഷീര കർഷകർക്ക് നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സങ്കര നേപ്പിയൻ്റെ ഇനങ്ങളായ സുഗുണ, സുസ്ഥിര, വൻപയറിൻ്റെ ഇനങ്ങളായ ഐശ്വര്യ
ഇവയും അവരുടെ കൃഷിയിടങ്ങളിൽ വളരെയധികം കൃഷി ചെയ്തു വരുന്നു. പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പത്തനംതിട്ട ജില്ലയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലുമാണ് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കൾ, കൃഷി സാമഗ്രികൾ, പിന്നെ ജൈവ വസ്തുക്കൾ, ജീവാണുവണങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ട് വരുന്ന സെമിനാറുകൾ, ട്രെയിനിങ്ങുകൾ, പിന്നെ അതുപോലെ ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിചരണ മുറകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളും നൽകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷാരംഭത്തോടുകൂടി നമുക്ക് കൃഷി ആരംഭിക്കാം. വേര് പിടിപ്പിച്ച ചിനപ്പുകളോ തണ്ടുകളോ നമുക്ക് നടീൽ വസ്തുക്കളായി ഉപയോഗിക്കാം. തണ്ടുകളാണ് നടീൽ വസ്തുക്കളായി ഉപയോഗിക്കുന്നതെങ്കിൽ നട്ട് 3 മാസം പ്രായമായ ചെടിയിൽ നിന്നും തണ്ടുകൾ മുറിച്ചെടുക്കാവുന്നതാണ്. 2 മുട്ടോടുകൂടിയ തണ്ടുകളാണ് മുറിച്ചെടുക്കേണ്ടത്. നടുന്ന സമയത്ത് ഒരു മുട്ട് മണ്ണിനടിയിലും ഒരു മുട്ട് മണ്ണിന് മുകളിലുമായി 2 അടി അകലത്തിലാണ് നടേണ്ടത്. നട്ട് കഴിഞ്ഞ് നമുക്ക് തൊഴുത്ത് കഴുകിയ വെള്ളമോ ചാണക സ്ലറിയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നട്ട് 2 മാസം പ്രായമാകുമ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് നടത്താവുന്നതാണ്. തുടർന്ന് 45 ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് പുല്ല് മുറിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു വർഷം ഏകദേശം ഒരു 6 മുതൽ 8 പ്രാവശ്യം വരെ നമുക്ക് വിളവെടുപ്പ് നടത്താം. 1 ഹെക്ടറിൽ നിന്നും ഏകദേശം 300 ടണ്ണോളം പച്ചപ്പുല്ല് നമുക്ക് ലഭിക്കുന്നു. അടുത്ത് നമുക്ക് ഗിനിപ്പുല്ലിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് നോക്കാം. ഗിനിപ്പുല്ലിൻ്റെ പുതിയ ഇനമായ KAU സുവർണയുടെ നടീൽ വസ്തുവാണ് ഈ കാണുന്നത്. വേര് പിടിപ്പിച്ച ചിനപ്പുകളാണ് നടീൽ വസ്തുക്കളായി ഉപയോഗിക്കുന്നത്. വരികൾ തമ്മിൽ 2 അടി അകലത്തിലും ചെടികൾ തമ്മിൽ 1 അടി അകലത്തിലുമാണ് ഇത് നടുന്നത്. നട്ട് 2 മാസം പ്രായമാകുമ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് നടത്താം. തുടർന്ന് 45 ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് പുല്ല് മുറിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു വർഷം 6 മുതൽ 7 പ്രാവശ്യം വരെ നമുക്ക് വിളവെടുപ്പ് നടത്താം. ഏകദേശം ഒരു വർഷം 1 ഹെക്ടറിൽ നിന്ന് 150 മുതൽ 200 ടൺസ് വരെ പച്ചപ്പുല്ല് നമുക്ക് ലഭിക്കുന്നു. കർഷകർക്കിടയിൽ വളരെയേറെ പ്രചാരത്തിലുള്ള സങ്കര നേപ്പിയർ അഥവാ ബജ്ര ഹൈബ്രിഡ് നേപ്പിയറിലാണ് എൻ്റെ പഠനം. ഞാൻ ഇവിടെ നട്ടിരിക്കുന്നത് സുഗുണ എന്ന് പറയുന്ന സങ്കര നേപ്പിയർ അഥവാ ബജ്ര നേപ്പിയർ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. മണ്ണിൻ്റെ ഘടനയെ മെച്ചപ്പെടുത്തുന്നതിലും തീറ്റപ്പുല്ലിൻ്റെ വിളവ് വർദ്ധിപ്പിക്കുന്നതിലും റൈസേഴ്സ് ബയോചാറിൻ്റെ പ്രാധാന്യം ആസ്പദമാക്കിയുള്ള ഈ പഠനത്തിൽ അവ 2.5, 5, 7.5, 10 ടൺ പെർ ഹെക്ടർ എന്നീ അളവിലാണ് നിലമൊരുക്കുന്ന സമയത്ത് ബയോചാർ മണ്ണിലേക്ക് ചേർക്കുന്നത്. കാലവർഷാരംഭത്തിൽ ജൂൺ ജൂലൈ മാസത്തിൽ നട്ട ഈ വിള ആദ്യത്തെ വിളവെടുക്കുന്നത് 2.5 മാസത്തിന് ശേഷമാണ്. പിന്നീടുള്ള ഓരോ 1.5 മാസത്തിന് ശേഷവും വിളവെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പഠനത്തിൽ മണ്ണിൻ്റെ ഘടനയെ മെച്ചപ്പെടുത്തുന്നതും തീറ്റപ്പുല്ലിൻ്റെ വിളവിനെ വർദ്ധിപ്പിക്കുന്നതുമായ ബയോചാറിൻ്റെ അളവിനെ നിർണ്ണയിച്ച് അത് കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പഠനത്തിൻ്റെ ലക്ഷ്യം. ഇതുപോലെ ഓരോ വിദ്യാർത്ഥിക്കും നിലം തരംതിരിച്ച് നൽകുന്നതിലൂടെ കൃഷിയുടെ നൂതന സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കുകയും കൃഷിയിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലാൻ നമ്മൾ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോമെറ്റ് ഒബ്സർവേറ്ററി, അതായത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലാണ്. ഇന്ത്യ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ കിട്ടുന്ന ഫോർകാസ്റ്റ് നമുക്ക് നിലവിലെ അടുത്ത ദിവസത്തെ 5 ദിവസത്തെ കാലാവസ്ഥയോടനുബന്ധിച്ച് വിവരങ്ങൾ നമുക്ക് കിട്ടുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളൊരു കാലാവസ്ഥാ ഘടകങ്ങളെ മുൻനിർത്തി നമുക്ക് എന്തൊക്കെ കൃഷി രീതിയിൽ വരുത്താം എന്ന രീതിയെ പറ്റി നമ്മളൊരു അഡ്വൈസറി തയ്യാറാക്കുന്നു. പച്ചക്കറി, പിന്നെ തീറ്റപ്പുൽ കൃഷി, പിന്നെ വാഴ, പിന്നെ നെല്ല് എന്നിവയൊക്കെ ഈ വിളകളെയൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ അഗ്രോമെറ്റ് അഡ്വൈസറി ബുള്ളറ്റിൻ നമ്മൾ തയ്യാറാക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം 3000-ലധികം മില്ലിമീറ്റർ മഴ പെയ്യുന്ന ഒരു പ്രദേശമാണ്. ഈ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായിട്ട് വളർത്താൻ പറ്റുന്ന പ്രത്യേക ഇനങ്ങൾ തന്നെയാണ് ഈ സങ്കര നേപ്പിയറും ഗിനിപ്പുല്ലും. സങ്കര നേപ്പിയർ ഇനങ്ങൾ സാധാരണയായി 270 മുതൽ 280, 300 ടൺ വരെയാണ് ഇവിടുത്തെ കാലാവസ്ഥയിൽ നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ കിടപിടിക്കുന്നതാണ് ഈ KAU സുവർണ എന്ന ഇനവും. ഗിനിപ്പുല്ലാണെങ്കിൽ പോലും ഇതിനും ഏകദേശം 280 മുതൽ 300 ടൺ വരെ ഒരു വർഷത്തിൽ വിളവ് ലഭിക്കാനുള്ള കഴിവുണ്ട്. 1 ഹെക്ടറിൽ നിന്നും 300 ടൺ വരെയുള്ള വിളവ് ലഭിക്കാനുള്ള കഴിവുള്ള ഒരു ഇനമാണ് KAU സുവർണ. അഖിലേന്ത്യാ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഫോഡർ മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട്.
ഏകദേശം 80ഓളം ഫോഡർ മ്യൂസിയങ്ങൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലൊന്നാണ് ഇവിടെ കാണുന്ന ഫോഡർ മ്യൂസിയവും. ഇവ കർഷകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വന്ന് കാണാവുന്നതും അവയുടെ കൃഷിരീതികൾ മനസ്സിലാക്കാവുന്നതുമാണ്. ക്ഷീര കർഷകർക്കും കാർഷിക വിദ്യാർത്ഥികൾക്കും വിവിധ ഇനം തീറ്റവിളകളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ 50 വിവിധ ഇനം തീറ്റവിളകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള സങ്കര നേപ്പിയർ ഇനങ്ങളായ സുഗുണ, സുപ്രിയ, സുസ്ഥിര, CO5, CO6, തെങ്ങിൻ തോപ്പിൽ ഇടവിളയായി കൃഷി ചെയ്യാൻ യോജിച്ച ഗിനിപ്പുല്ലിനങ്ങളായ ഹരിത, ഹരിതശ്രീ, മരതകം, KAU സുവർണ, വെള്ളക്കെട്ടിനെ അതിജീവിക്കുന്ന പാരപ്പുല്ല്, തണുപ്പ് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ സിറ്റാരിയ പുല്ല്, മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കുന്ന കോങ്കോ സിഗ്നൽ പുല്ല്, ഇതുകൂടാതെ ഗാംബ പുല്ല്, പാലിസൈഡ് പുല്ല്, പാസ്പാലം, സിറ്റേറിയ ഗ്രാസ്, സിഗ്നൽ ഗ്രാസ്, ക്രീപ്പിംഗ് സിഗ്നൽ, ഇങ്ങനെ വിവിധ തരം തീറ്റപ്പുല്ലിനങ്ങളാണ് ഇവിടെയുള്ളത്. നമ്മൾ കഴിക്കുന്ന വൻപയർ ഇനത്തിൽപ്പെട്ട അതേ ചെടിയാണ് ഇതും. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് തീറ്റപ്പുല്ലാണ് എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ്വലിൽ കാണുന്ന പോലെ ഇതിൽ ഇലകളാണ് കൂടുതൽ. ഇതിൽ തണ്ട്, കായാണെങ്കിലും പൂവാണെങ്കിലും വളരെ കുറവാണ്. അതാണ് എല്ലാ തീറ്റപ്പുൽ ഇനങ്ങളുടെയും പ്രത്യേകത. സാധാരണയായി എല്ലാവരും കഴിക്കുന്നതായിട്ടുള്ള ചോളവും ബജ്രയും എല്ലാം തീറ്റപ്പുൽ ഇനങ്ങളിലുമുണ്ട്. എന്നാൽ അവയിലെല്ലാം തന്നെ ഇലകളുടെ അംശം കൂടുതലായിരിക്കും തീറ്റപ്പുൽ ഇനങ്ങളിൽ. അപ്പോൾ പയറിനും ഇത് തന്നെ. ഇതും ഒരു ഐശ്വര്യ എന്ന് പറഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുള്ള ഒരു ഇനമാണ്. ഐശ്വര്യയുടെ വിത്ത് ഇവിടെ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ഈ തീറ്റപ്പുൽ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വൃക്ഷവിളകളിൽ ഒന്നാണ് മുരിങ്ങ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം മുരിങ്ങ ഒളിഫറ എന്നാണ്. ഇത് പശുക്കൾക്ക് തീറ്റയായി നമുക്ക് കൊടുക്കാം. വേനൽക്കാലത്ത് പച്ചപ്പുല്ലിൻ്റെ ദൗർലഭ്യം വരുന്ന സമയത്ത് നമുക്ക് ഈ മുരിങ്ങയുടെ ഇലകളും ശാഖകളും മുറിച്ച് പശുവിന് കൊടുക്കാവുന്നതാണ്. ഈ കാണുന്നത് പാലിസേഡ് ഗ്രാസ് എന്ന് പറഞ്ഞ ഒരു പുല്ലിനമാണ്. ഇത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നന്നായിട്ട് വരുന്ന ഒരു പുല്ലിനമാണ്. പക്ഷേ സങ്കര നേപ്പിയറിൻ്റെ അത്രയും ഉൽപ്പാദനക്ഷമത ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃഷിക്കാരുടെ ഇടയിൽ അത്ര പ്രചാരമില്ല. എന്നാലും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായി തന്നെ കൾട്ടിവേറ്റ് ചെയ്യാവുന്ന ഒരു പുല്ലാണ് ഈ പാലിസേഡ് പുല്ല്. നാട്ടിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം അഥവാ ബട്ടർഫ്ലൈ ട്രീ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്ലിറ്റോറിയ ടെർനേറ്റ എന്നാണ്. ഇതും നമുക്ക് തീറ്റ പയർ ഇനമായി പശുക്കൾക്ക് കൊടുക്കാവുന്നതാണ്. ഈ കാണുന്നത് ദീനാനാഥ് പുല്ല് എന്നുള്ള പച്ചപ്പുല്ലിനമാണ്. ഇത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും അനുയോജ്യമായിട്ടുള്ള ഒരു പുല്ലാണ്. ഇതിൽ തന്നെ മഞ്ഞ പൂക്കളുള്ളതും പിങ്ക് പൂക്കളുള്ളതും കാണാറുണ്ട്. റോഡ് സൈഡിൽ ധാരാളമായി കാണപ്പെടുന്ന ഈ പുല്ല് പശുക്കൾക്ക് പ്രിയമായ ഒരു ആഹാരമാണ്. പയർ വർഗത്തിൽപ്പെട്ട തീറ്റപ്പയർ, അരിപ്പയർ, സ്റ്റൈലോസാന്തസ്, അമരപ്പയർ, നിലക്കടല എന്നിവയുടെ ശേഖരവും ഈ തീറ്റപ്പുൽ മ്യൂസിയത്തിലുണ്ട്. കാലിത്തീറ്റയായി ഉപയോഗിക്കുന്ന ധാന്യവിളകളായ മക്കച്ചോളം, മണിച്ചോളം, ബജ്ര എന്നിവയും നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ കഴിയും. ഇതിനു പുറമെ വൃക്ഷത്തീറ്റ വിളകളായ അകത്തി, മുരിക്ക്, മുരിങ്ങ, ഡെസ്മാന്തസ്, കാലിയാൻഡ്ര, ശീമക്കൊന്ന, പീലിവാക എന്നീ വൃക്ഷവിളകളും നമുക്ക് ഈ തീറ്റപ്പുൽ മ്യൂസിയത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ക്ഷീര കർഷകർക്കും കാർഷിക വിദ്യാർത്ഥികൾക്കും വിവിധ ഇനം തീറ്റവിളകളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ സുവർണ ജൂബിലി തീറ്റപ്പുൽ മ്യൂസിയം കേരളത്തിലെ ക്ഷീരമേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ഇറക്കിയിട്ടുള്ള ഇനങ്ങളായ സുഗുണ, സുസ്ഥിര കൂടാതെ സങ്കര ഇനം നേപ്പിയറായ കർഷകരുടെ ഇടയിൽ തന്നെ പ്രചാരത്തിലുള്ള CO3, CO4, CO5, ഇപ്പോൾ CO6ഉം പിന്നെ സമ്പൂർണ്ണ തുടങ്ങിയ ഇനങ്ങളും ഞങ്ങളിവിടെ വളർത്തിയിട്ടുണ്ട്. ഇതെല്ലാം കർഷകർക്ക് ഇവിടെ വന്ന് നേരിട്ട് കാണാവുന്നതാണ്. ഈ ഫോഡർ മ്യൂസിയത്തിൽ ഗിനിപ്പുല്ലിൻ്റെ വിവിധ ഇനങ്ങളായ സുപർണ കൂടാതെ ഹാമിൽ, റിവേഴ്സ്ഡെയിൽ തുടങ്ങിയ 8ഓളം ഇനങ്ങൾ ഇവിടെ വളർത്തുന്നുണ്ട്. ഇതും കൃഷിക്കാർക്ക് വന്ന് കാണാവുന്നതാണ്. ഈ കാണുന്ന മരമാണ് മൾബറി. മൾബറി നമുക്ക് പട്ടുനൂൽ കൃഷിയിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ തീറ്റപ്പുല്ലായും മൾബറി യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പുല്ലിനങ്ങളെല്ലാം തന്നെ പയർവർഗ ഇനത്തിൽപ്പെട്ടതും പുല്ലുവർഗ ഇനത്തിൽപ്പെട്ടതുമാണ്. എന്നാൽ മൾബറി മൊറേസി എന്ന് പറഞ്ഞ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് നല്ല രീതിയിൽ ഇല ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ
പശുക്കൾക്കും ഒരു ആഹാരമായി ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊടുത്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫോറേജ് മ്യൂസിയത്തിൽ ഈ ഇനത്തെ ഇവിടെ സംരക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇത് കാലിയാൻഡ്ര എന്ന് പറഞ്ഞ ഒരു സസ്യമാണ്. ഇത് പയറുവർഗ്ഗ ഇനത്തിൽപ്പെട്ട ലെഗുമിനോസെ ഫാമിലിയിൽപ്പെട്ട ഒരു സസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആടുകൾക്ക് പ്രോട്ടീൻ, അതായത് മാംസ്യത്തിൻ്റെ അംശം കൂടാൻ വേണ്ടി അവരുടെ തീറ്റയിൽ ഈ കാലിയാൻഡ്ര ഉപയോഗിക്കാവുന്നതാണ്. ക്ഷീരകർഷകരെ ലക്ഷ്യമായിട്ടുള്ള പല പദ്ധതികളും നമുക്ക് ഈ സ്കീമിലൂടെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. കർഷകരുടെ ഇടയ്ക്ക് എത്തുന്നതിന് വേണ്ടി നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ, ഫോറേജ് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ, ട്രെയിനിങ്ങുകൾ, സെമിനാറുകൾ എല്ലാം നമ്മൾ നടത്തി വരുന്നു. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന അഖിലേന്ത്യാ തീറ്റപ്പുൽ ഗവേഷണ പദ്ധതിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ നാട്ടുവരമ്പിൽ കണ്ടത്. തീറ്റപ്പുൽ കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ ഈ കേന്ദ്രത്തിൽ നിന്നും നൽകി വരുന്നത് കർഷകർ പരമാവധി പ്രയോജനപ്പെടുത്തുക. നാട്ടുവരമ്പിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.